നമസ്കാരം. ചേമ്പിലയിൽ വെള്ളം നിൽക്കില്ല, അതിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും, പിടിച്ചു നിൽക്കില്ല. ഇതുപോലെ തന്നെയാണ് മനസ്സും. ചേമ്പില മനസ്സും അതിന് വെള്ളം ചിന്തകളുമാണ് എന്ന് പറഞ്ഞാൽ, വെള്ളം ചേമ്പിലയിൽ നിൽക്കാത്തതുപോലെ മനസ്സിൽ വരുന്ന ചിന്തകൾ അവിടെ നിൽക്കില്ല, അത് പോകും. അപ്പോൾ ചിന്തകൾ എപ്പം വന്നോ അപ്പോഴെല്ലാം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വികാരങ്ങൾ വരും. ആ വികാരങ്ങൾ ഗുണദോഷങ്ങളുണ്ടാവും. ഗുണങ്ങളുള്ള ചിന്തകളായിരിക്കും, അല്ലെങ്കിൽ ദോഷങ്ങളായിരിക്കും. ദോഷങ്ങളുള്ള ചിന്തകൾ വരുമ്പോഴാണ് നമ്മൾ ചിന്തകളെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സെന്ന് പറഞ്ഞ ചേമ്പില പോലെയാണെന്ന് ഞാൻ പറയുന്നത്. മനസ്സിൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ ശുദ്ധമായി ഇരിക്കുക എന്നുള്ള ശുദ്ധതയാണ്, പരിശുദ്ധമാണ് ആ വാക്കൊക്കെ ഉപയോഗിക്കുക. വളരെ പവിത്രമാണ്, നിർമ്മലമാണ്. അവിടെ ഒന്നുണ്ട്, കൊച്ചു കുട്ടിയെ പോലെയാണ്. പക്ഷെ അതിൻ്റെ മേളിലേക്ക് നമ്മൾ ചിന്തകൾ കൊണ്ടുവെക്കും. നമ്മുടെ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ റിഫ്ലക്ഷൻ, കർമ്മ എന്നൊക്കെ വേണേൽ പറയാം. അത് വന്നു കഴിഞ്ഞാണല്ലോ, അത് അവിടെ ഇരുന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. എന്തിനാണെന്നറിയോ? ഈ സാധനം നമുക്ക് അവിടെ ആവശ്യമില്ല എന്നാണ്. നമ്മൾ അനാവശ്യമായിട്ട് നമുക്ക് വേണ്ടാത്ത ഒരു വിഷയത്തെ എടുത്ത് നമ്മുടെ തലക്കുള്ളിൽ വെച്ച് നമ്മൾ അതുമായിട്ട് ജീവിക്കുകയാണ്. ആ വികാരം, ആ ദുഃഖവും നിരാശയുമുള്ളൊരു വിഷയം നമ്മുടെ തലയ്ക്കുള്ളിൽ ഇരുന്ന് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് എൻഡോക്രൈൻ സിസ്റ്റം വർക്കാവും. അപ്പോൾ ആ ചിന്ത നമുക്കവിടെ ആവശ്യമില്ല. അതുകൊണ്ട് മനസ്സെന്ത് തോന്നിപ്പിക്കും? ഈ ചിന്തകൾ ഓർമ്മകളിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കത് ആവശ്യമില്ല. നമ്മളോട് പറയുന്നത് എന്താണ്? ഇതിനെ എടുത്ത് കളയൂ, ഇതിനെ എങ്ങനെയെങ്കിലും കളയാൻ പറ്റുമോ? അപ്പം നമുക്ക് ചിന്തകളെ എടുത്ത് കളയാൻ പറ്റുമോ? കളയാൻ പറ്റില്ല. കളയാൻ പറ്റില്ല, അതിന് മെഡിസിൻ ഇല്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഒരു കാര്യം ചെയ്യാൻ പറ്റും. ചിന്തകളുടെ ശക്തിയെ ഇല്ലാതാക്കാൻ പറ്റും. ശക്തിയുണ്ടല്ലോ. അതായത് ഒരു ചിന്ത വരുന്നു, നമുക്ക് ദോഷമായ ഒരു ചിന്തയാണ്, അതിൽ വികാരം വരുന്നു. ആ വികാരം വന്നിട്ട് നമുക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരം തളരും, തലവേദന ഉണ്ടാകും, കിടക്കണമെന്ന് തോന്നും. അങ്ങനെ രോഗമായിട്ട്, മെല്ലെ രോഗമായിട്ട് മാറും. ഈ ചിന്ത വന്നോട്ടെ, മോശമായൊരു ചിന്ത വന്നോട്ടെ, അല്ല നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു ചിന്ത വന്നോട്ടെ. പക്ഷെ വരുന്ന സമയത്ത് അങ്ങനെ ചിന്ത വന്നെന്നു അതിൽ നമ്മളെ കിടത്തിക്കളയാനുള്ള ശക്തി ഇല്ലാതാകുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊരു സുഖമായിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതായത് ഒരു ചിന്ത വരുന്നു, ആ ചിന്തയ്ക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല, നമ്മളെ കിടത്തുവാൻ കഴിയുന്നില്ല. അതിൻ്റെ ശക്തി കുറഞ്ഞു പോയി. തൃപ്തിയായില്ലേ? സമാധാനമായില്ലേ? ഇതാണ് മെഡിറ്റേഷൻ്റെ പവർ. അതായത് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ നമ്മളെ ശല്യം ചെയ്യില്ല. ഓർക്കുക, അതാണ് ഇതിൻ്റെ രഹസ്യം. അപ്പം അങ്ങനെ മുന്നോട്ട് പോകും. ഇത് ഇത്തിരി ടഫാണ്, എളുപ്പമുള്ള കാര്യമേ അല്ല, നടക്കില്ല. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നടക്കും. അങ്ങനെ നടന്ന ഒത്തിരി പേരിൽ ഒരു കുഞ്ഞു മനുഷ്യനാണ് ഞാൻ.